റുക്സിയ തച്ചടയ്ക്ക്. റുക്സിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം നിങ്ങൾ കാണുന്നുണ്ട് റുക്സി എങ്ങനെയാണ് സ്റ്റേജിലേക്ക് കയറി വന്നത്. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട. റുക്സിയ ഭയങ്കര സ്മാർട്ടായിട്ട് ഒരു വീൽ ചെയറിലാണ് കൂടുതൽ സമയം, കുറച്ച് നടക്കുമെങ്കിലും പക്ഷേ അവിടെ അതിലിരുന്നു കൊണ്ട് ഒരുപാട് സർവീസസ്. നമ്മൾ ഇന്നത്തെ കാലത്ത് വേറെ ഒരാൾക്ക് ₹1 ആരും കൊടുക്കാത്തൊരു കാലം, അങ്ങനെയൊന്നും ആരും കൊടുക്കില്ല. പക്ഷെ എന്ത് വിശ്വാസത്തിന്റെ പുറത്തെന്ന് എനിക്കറിയില്ല, 2-3 പ്രാവശ്യം എനിക്ക് ഇത്രയൊക്കെ റുക്സിയെ പരിചയമാവുന്നതിന് മുൻപ് റുക്സി ഈ ഗൂഗിൾ പേ തുടങ്ങിയതാണ് എൻ്റെ കുഴപ്പം. ഗൂഗിൾ പേ തുടങ്ങിയപ്പോൾ റുക്സി കുറച്ച് പൈസ ഇട്ട് തരും. ഞാൻ ചോദിച്ചു ആരാണോ പൈസ ഇട്ടത്? അങ്ങനെയാണ് റുക്സി വിളിച്ചിട്ട് ചേച്ചി ഇന്ന സ്ഥലത്തൊന്ന് പോകാമോ. അപ്പൊ അതിന് രണ്ടുണ്ട്. ആ സ്ഥാപനത്തിൽ നമ്മളെ കുറച്ച് സെലിബ്രേഷനിലുള്ള സെലിബ്രിറ്റീസിനെ ഒന്ന് എത്തിക്കുക എന്നുള്ളത്, രണ്ടാമത് റുക്സിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പൈസ കൃത്യമായിട്ട് ചെന്ന് കാര്യങ്ങൾ ചെയ്യുമെന്ന് കുറച്ച് വിശ്വാസമുള്ളവരെ സെലക്ട് ചെയ്ത് ഏൽപ്പിക്കുന്നവരെ. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ, എൻ്റെ പൈസയായി, ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്നത് എന്താണ് റുക്സിക്ക് ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഞാൻ ഫേസ്ബുക്കിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്, നിങ്ങൾ കൊടുക്കും, ഈ പൈസ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി ഞാൻ തരുന്ന പൈസയാണ്, അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് തരുന്നവരുടെ പൈസ, ഇത് ചേച്ചി എന്തായാലും കൊടുക്കും എന്നറിയാം. അപ്പൊ എന്നിൽ അത്രയും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആ ഒരു കുട്ടിയെ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കാതിരിക്കുക? അതാണ് റുക്സിക്ക് കൊടുക്കുന്ന ഒരു കഴിവ്.